നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനിലൂടെ എങ്ങനെയാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു പേഴ്സണാലിറ്റി ആയി തീരുന്നത് എന്നതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ അറിവുകളുടെയും സ്രോതസ്സ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്, സർവ്വചരാചരങ്ങളുടെ ഉള്ളിലുണ്ട്. ആ സോഴ്സിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഈ ശരീരം നിലനിർത്താനും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ശക്തി വരുന്നത്. അതിനാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്, ലൈഫ് ഫോഴ്സ്. അതില്ലെങ്കിൽ ഒന്നിനൊരു അർത്ഥമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന്നാണ് നമ്മൾ ഞാൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് തന്നെ. ഇപ്പോൾ ബോഡി പ്രവർത്തിപ്പിക്കാനും ബുദ്ധി പ്രവർത്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇന്ദ്രിയങ്ങളിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാനും നമുക്കത് ഉൾക്കൊള്ളാനും എല്ലാം ഉള്ള കഴിവ് ലൈഫ് ഫോഴ്സ് എന്നാണ് ഉണ്ടാവുന്നത്. ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുമ്പോൾ പല രീതികളിലാണ് മാനിഫെസ്റ്റ് ആകുന്നത്. ഹോവാർഡ് ഗാർഡ്നർ എന്നുള്ള പ്രസിദ്ധനായിട്ടുള്ള ഒരു ഫിലോസഫർ, അദ്ദേഹം 9 തരത്തിലുള്ള ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള തരത്തിലുള്ള ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, സ്പേഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസസ്, ഇങ്ങനെ പല രീതിയിലുള്ള ഇൻ്റലിജൻസസ് 9 തരത്തിലാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശാസ്ത്രത്തിൽ 4 തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇതേ തത്വം തന്നെ ഇഷാക് അഡിസസ് എന്നുള്ള ഒരു ഫിലോസഫർ, അദ്ദേഹം ഒരു മാനേജ്മെൻറ്റ് ട്രെയിനിയാണ്. അദ്ദേഹം 4 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റർപ്രണർ, അഡ്മിനിസ്ട്രേറ്റർ, ഇൻ്റഗ്രേറ്റർ, പെർഫോമർ. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് 4 തരത്തിലുള്ളത്, ഇത് ശാശ്വതമാണ്, ഇത് എപ്പോഴും ഉണ്ടാവുന്നു. അതിനെ
തെറ്റിദ്ധരിച്ചു. ചാതുർവർണ്ണയ മയാസൃഷ്ടം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ തരത്തിൽ ജാതി വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതല്ല ശരിക്കും ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. 4 തരത്തിലുള്ള ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലൊരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അതാണ് ക്ഷത്രിയ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്താണ് എവിടെയാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ അതിന് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതിനാണ് ആൻട്രപ്രണർ എന്ന് പറയുന്നത്. അതിനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുണ്ട് ക്രിയേറ്റീവ് ടാലൻസ് എക്സ്പ്രസ് ചെയ്യാൻ. നമ്മുടെ ഉള്ളിൽ ഒരു ഇൻ്റഗ്രേറ്റർ ഉണ്ട്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും പരസ്പരം യോജിപ്പിക്കാനും അതെല്ലാം ഉപയോഗിക്കാനും ഉള്ളൊരു സ്വഭാവമുണ്ട്. ഹാർമണിക്ക് പ്രാധാന്യം നൽകിയിട്ട് നമ്മുടെ രാജ്യത്തിലുണ്ട്. നമ്മളിപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെ, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇൻ്റഗ്രേറ്റേഴ്സാണ്. ആ സ്വഭാവം കൂടുതൽ. അവരെ വൈശ്യന്മാർ എന്ന് പറയും. ബിസിനസ്സുകാർ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന വേറെ ആൾക്ക് നൽകുക. സാധനങ്ങൾ മാത്രമല്ല, വർക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും അതെല്ലാം ശരിക്കും വൈശ്യന്മാരാണ്. നമ്മുടെ ഉള്ളിലുള്ള സേവനത്തിനുള്ള ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക, അതാണ് വൈശ്യം എന്ന് പറയുന്നത്. ബിസിനസ്സല്ല ശരിക്കും അത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വർക്കർ എന്നുള്ള ഭാഗം നമുക്ക് എല്ലാ അറിവുണ്ടെങ്കിലും അത് ഉപയോഗിക്കണം. ശാരീരികമായിട്ട് ഉപയോഗിക്കണം, മാനസികമായിട്ട് ഉപയോഗിക്കണം. സേവകൻ, നമ്മൾ ഗവൺമെൻറ് സെർവൻസ് എന്ന് പറയും. ഇപ്പോൾ ഞാൻ ഡോക്ടറാണ്, ഞാനൊരു സേവകനാണ്. ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ശരിക്കും ഒരു സെർവൻറ്റിൻ്റെ സ്വഭാവമാണ്. നമ്മൾ സേവിക്കുകയാണ്. എല്ലാവർക്കും അതുണ്ട്, വർക്കർ സ്വഭാവമുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ മറ്റത് 3ഉം സപ്രസ് ചെയ്യപ്പെടുന്നു. എല്ലാം ഒരുമിച്ചുണ്ടാവും വളരെ ബുദ്ധിമുട്ടാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണനായിരിക്കാം എല്ലാം ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വ്യക്തിത്വം. അഡ്മിനിസ്ട്രേറ്റീവ് ആൾക്കാരുണ്ട്, അവർ വളരെ വളരെ കണിശക്കാരാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു കെട്ടിടം നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിന് ഫണ്ട് സ്വരൂപിക്കുക. അപ്പോൾ എത്രയെങ്കിലും പൈസ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ പൈസയിൽ 100 രൂപ കുറഞ്ഞാൽ അവർ പറയും അത് വരട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. നേരെ മറിച്ചിട്ട് ഓണ്ടർപ്രണറോ ഐഡിയാസ് ഉണ്ടാക്കുന്നു. പ്ലാനൊന്നുമില്ല. ഐഡിയ എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ പൈസ എവിടുന്ന വരുന്ന അറിയില്ല, അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷേ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ബ്രാഹ്മണൻ രാജാവിനെ ഉപദേശിക്കുന്നത് ഒരു ഗുരുവാണ്. അപ്പോൾ ഗുരുവിന് ഉപദേശങ്ങൾ നൽകാൻ സാധിക്കും. പ്രവർത്തിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന രാജാവാണ്. അപ്പോൾ രാജാവ് വിചാരിച്ച കാര്യമില്ല, അവിടെ വൈശ്യന്മാർ ആവശ്യമുണ്ട്. ഈ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കാൻ ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് ആ തരത്തിലുള്ള വൈശ്യ സ്വഭാവമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ബിസിനസ് മെൻറ്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് വൈശ്യ സ്വഭാവമാണ്, തെറ്റൊന്നുമല്ല. പക്ഷേ അതിലും നമ്മുടെ ഉള്ളിൽ ഒരു ബോധം വേണം, ഇതൊരു പാർട്ടിയായിട്ട്. അതുപോലെ വർക്കർ എന്ത് പ്ലാൻ ചെയ്തിരുന്ന കാര്യം ചെയ്യാൻ ആൾ വേണ്ടേ എന്ന് ചോദിക്കും. ശരിയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പ്ലാൻ ചെയ്യാൻ ആളും വേണം. ഇത് 4ഉം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹോവാർഡ് ഗാർഡർ പറഞ്ഞ 9 ഇൻ്റലിജൻസസ്, 9 ഒരു നമ്പറാണ് നമ്മുടെ ഉള്ളിലുള്ള ഇൻ്റലിജൻസസ്. ഒരു ഇൻ്റലിജൻസിനെ പറ്റി പറയാം, ശാരീരികമായിട്ട് ഇൻ്റലിജൻസ്. ചിലക്ക് പാട്ട് കേട്ടാൽ ഡാൻസ് വരില്ല, താളം പിടിക്കാൻ പറ്റില്ല, താളത്തിനനുസരിച്ച് ഡാൻസ് ചെയ്യില്ല. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ശ്രദ്ധിക്കുന്നില്ല. കാലിൻ്റെ വിരലൊന്നും കട്ട് ചെയ്തിട്ടുള്ള വൃത്തി ഉണ്ടാവില്ല, പലർക്കും ചളിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും, വൃത്തിയായിട്ട് നടക്കില്ല. ഒക്കെ ശാരീരികമായി ഇൻ്റലിജൻസ് കുറവായിട്ടുള്ള ആൾക്കാരാണ്. അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ സ്മെല്ല് വരുന്നുണ്ടാവും, ബോഡി ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, കണക്കുകൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അതുപോലെയുള്ള എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. ഇതാണ് ശരിക്കും എഡ്യൂക്കേഷനിലൂടെ സംഭവിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൂടെയും നമ്മുടെ സ്മരണയിൽ വേണം. നമ്മൾ വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ എൻ്റെ ഇൻഡിവിജ്വൽ ശരീരത്തിനോടുള്ള റെസ്പോൺസിബിലിറ്റി, എൻ്റെ ആധ്യാത്മിക പരിണാമം അത് ശ്രദ്ധിക്കണം. അതുപോലത്തെ സമൂഹത്തിനോടുള്ള എൻ്റെ കടപ്പാടും അതിനോടുള്ള ബോധവും നിലനിർത്തണം. അതുപോലെ സാമൂഹിക പ്രവർത്തകർ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴും വീട്ടിൻ്റെ കാര്യം നോക്കണം, സ്വന്തം ശരീരം നോക്കണം, സ്പിരിച്വൽ ആവണം, മെഡിറ്റേഷൻ ചെയ്യണം, സ്വന്തം ഇവല്യൂഷൻ ശ്രദ്ധിക്കണം. അപ്പോൾ പ്രൈമറി ആയിട്ട് ഏതാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് എഡ്യൂക്കേഷൻ, ഒരു ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. ഇപ്പോൾ കുട്ടികൾ ചിലപ്പോൾ നല്ല മാർക്കിടണം, പഠിക്കണം, പക്ഷേ സാമൂഹിക ബോധം ഉണ്ടാവില്ല. ഒരു കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കൊണ്ടുവരാൻ അറിയുണ്ടാവില്ല, ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പലപ്പോഴും നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്.
ഇപ്പോൾ ഡോക്ടേഴ്സ് പലപ്പോഴും പേഷ്യൻസിനോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഒ പി നോക്കാൻ വലിയ താല്പര്യമില്ല എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. സർജറി ചെയ്യാം, ടെക്നിക്കൽ സ്കില്ലാണ്. സർജറി ചെയ്യാൻ ഇപ്പോൾ റോബോട്ടും വരുന്നുണ്ട്, അതിനിപ്പോൾ ഒരു മനുഷ്യനെ ആവശ്യമുണ്ടോ? അപ്പോൾ ഈ എല്ലാ ക്വാളിറ്റീസും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റിക്ക് എത്തുക? അതാണ് നമ്മുടെ ചാലഞ്ച്. ഇതേക്കുറിച്ച് ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.